അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ്, വിജയമാതാവ്, പരിശുദ്ധ അമ്മ മാതാവ് ഇപ്രകാരം എന്തിനാണ് മദർ മരിയാനയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് ഈ കാലഘട്ടം നമ്മൾ അധിവസിക്കുന്ന ഈ കാലഘട്ടത്തിന് ആവശ്യമായ പ്രവചന സന്ദേശങ്ങൾ നൽകിയത്? ഈ സന്ദേശങ്ങൾ നമ്മൾ എടുത്ത് ധ്യാനിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് നമുക്ക് ബോധ്യപ്പെടും. നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത നമുക്ക് കൂടുതൽ തിരിച്ചറിയുവാനായിട്ട് കഴിയും. ആ പ്രവചന സന്ദേശങ്ങൾ ഉള്ളടക്കം എന്തൊക്കെയാണ്? ഒന്നാമതായി, വിശ്വാസത്തിൽ അതിഗുരുതരമായ വീഴ്ചയുണ്ടാകും. ആത്മവിശ്വാസം, ദൃഢത, ധൈര്യം, ഉറച്ച ദൈവവിശ്വാസം എന്നിവ മുറുകെ പിടിക്കാതെ ഒരാൾക്കും ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ സാധിക്കില്ല എന്ന് അമ്മ കൃത്യമായി വെളിപ്പെടുത്തുകയാണ്. രണ്ടാമതെന്താണ്? വിശുദ്ധി നഷ്ടപ്പെട്ട മനുഷ്യരെ കൊണ്ട് ലോകം നിറയും. നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുക വഴിവിട്ട ലൈംഗിക അരാജകത്വങ്ങൾ, അതുപോലെയുള്ള പാപം, മ്ലേച്ഛതയുടെ അതിപ്രസരം ഇന്ന് ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. ഒരു പ്രളയം പോലെ എല്ലാ ഇടങ്ങളിലും വ്യഭിചാര ദുർഭൂതം ഇന്ന് ശക്തിയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. വിശുദ്ധിയില്ലാത്ത മനുഷ്യരെ കൊണ്ട് ലോകം നിറയുമെന്ന് 4 നൂറ്റാണ്ടുകൾക്ക് മുൻപ് അമ്മ മദർ മരിയാനയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആ കാലഘട്ടത്തിൽ ഇത്രമാത്രം ഒന്നും ഈ പാപം, മ്ലേച്ഛതയുടെ അതിപ്രസരം ഉണ്ടല്ലേ പ്രിയപ്പെട്ടവരെ. അന്ന് പെട്ടെന്ന് ഇതിനർത്ഥം മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഇപ്പോൾ നമുക്ക് നല്ലതുപോലെ അത് അറിയാൻ പറ്റും. പിന്നീട് എന്താ നമുക്ക് കാണാൻ കഴിയുന്നത്? ഫ്രീമേസറി. അത് ശക്തി. ഫ്രീമേസറി എന്ന് പറഞ്ഞാൽ ഇന്ന് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സത്യപ്രബോധനങ്ങളെ, സത്യവിശ്വാസത്തെ ഇല്ലാതാക്കുവാൻ പിശാച് രൂപം കൊടുക്കുന്ന ചില പൈശാചിക പ്രസ്ഥാനങ്ങളാണ് നമുക്കറിയാം. ഇന്ന് പല നവയുഗ പ്രസ്ഥാനങ്ങൾ ഇന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഫ്രീമേസറി. എൻ്റെ പ്രിയപ്പെട്ടവരുടെ ലക്ഷ്യം സഭയെ നശിപ്പിക്കുക, സഭയുടെ സത്യപ്രബോധനങ്ങൾ ഇല്ലാതാക്കുക, സഭയുടെ സത്യവിശ്വാസത്തെ ശിഥിലീകരിക്കുക, അങ്ങനെ സഭയെ തളർത്തി സഭയുടെ വിശ്വാസത്തിൽ നിന്ന് ജനത്തെ അകറ്റിക്കളയുക. ഇത് ടാർഗറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന പൈശാചിക പ്രസ്ഥാനമാണ് ഫ്രീമേസറി. ചില ഇലുമിനാറ്റി ഗ്രൂപ്പുകൾ. നിങ്ങൾ ശ്രദ്ധിക്കണം, പരിശുദ്ധ അമ്മ 16-ാം നൂറ്റാണ്ടിൽ പറഞ്ഞു ഫ്രീമേസറി ശക്തി പ്രാപിക്കും. ഈ സന്ദേശം മദർ മരിയാനയ്ക്ക് നൽകുന്ന സമയത്ത് ഫ്രീമേസറി എന്താണെന്ന് ലോകത്തിന് അജ്ഞാതമായിരുന്ന കാരണം 1717 ഫ്രീമേസറിയുടെ ആദ്യത്തെ ലോഡ്ജ് ലണ്ടനിൽ സ്ഥാപിതമാകുന്നത്. 1717 ആദ്യമായി ലോകത്തിൽ ഫ്രീമേസറി എന്ന് പറയുന്ന പൈശാചിക പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്. ആ പ്രസ്ഥാനം രൂപം കൊള്ളുന്നതിനേക്കാളും 100 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ അമ്മ മാതാവ് മദർ മരിയാനയ്ക്ക് പറഞ്ഞു കൊടുത്തു, ഫ്രീമേസറി എന്ന ആ പൈശാചിക പ്രസ്ഥാനം വളരെയധികം ശക്തി പ്രാപിക്കും. ഓ, സ്തുതിക്കുന്ന ആവേ മരിയ, ശക്തിയോടെ പറഞ്ഞ ആവേ മരിയ. എത്ര കൃത്യമാണ് പരിശുദ്ധ അമ്മ മാതാവിനോട് നൽകപ്പെടുന്ന പ്രവചന സന്ദേശങ്ങളെന്ന് എൻ്റെ സഹോദരങ്ങളെ നമ്മൾ നല്ലതുപോലെ തിരിച്ചറിയണം. തുടർന്ന് ആ സന്ദേശം ഉള്ളടക്കം എന്താണ്? ഫ്രീമേസറിയിലൂടെ സാത്താൻ സഭയിൽ ഭരണം നടത്തും. കുട്ടികളിൽ സ്വാഭാവിക നിഷ്കളങ്കത നഷ്ടമാകും. സ്ത്രീകൾക്ക് അവരുടെ ശാലീനത കുറഞ്ഞു പോകും. സഭയുടെ കൈവെപ്പില്ലാത്ത വിവാഹ ബന്ധങ്ങളിലൂടെ ദൈവാഭിമുഖ്യമില്ലാത്ത മക്കൾ ജനിക്കും. തൽഫലമായി ദൈവവിളികൾ നമ്മെ കുറഞ്ഞു പോകും. വീണ്ടും നമുക്ക് കാണുവാൻ പറ്റും ആൺ പെൺ വ്യത്യാസമില്ലാത്ത വേഷവിധാനങ്ങൾ, പച്ചകുത്തലുകൾ, ഹെയർ സ്റ്റൈലുകൾ, രൗദ്രഭാവത്തിലുള്ള സംഗീത ആലാപനങ്ങൾ എന്നിവ നിലവിൽ വരും. എൻ്റെ സഹോദരങ്ങളെ, 16-ാം നൂറ്റാണ്ടിൽ ഈ പ്രവചന സന്ദേശങ്ങളൊന്നും ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം അന്ന് ഇതൊന്നും അധികം കാണുന്നില്ല. എന്നാൽ നമുക്കിന്ന് കാണാൻ പറ്റും. ടാറ്റു, പച്ചകുത്തലുകൾ, വിവിധങ്ങളായ ഹെയർ സ്റ്റൈലുകൾ. നമ്മൾ ചിന്തിച്ചു നോക്കി. നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ആലയമായി ശരീരത്തെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള ടാറ്റുകൾ, പച്ചകുത്തലുകൾ, അതും പല വിധത്തിൽ ദൈവത്തെ ദുഷിക്കുന്ന, ദൈവത്തെ പരസ്യമായി കർത്താവിനെ അവഹേളിക്കുന്ന വിധത്തിലുള്ള ചില ചിത്രങ്ങൾ, അതെല്ലാം അങ്ങനെയുള്ള പച്ചകുത്തലുകളൊക്കെ ശരീരം മുഴുവൻ നിറച്ചു വെച്ചിരിക്കുക. തലയോട്ടി, എന്തൊക്കെയാണ് സഹോദരങ്ങളെ.
ഇതെല്ലാം 16-ാം നൂറ്റാണ്ടിൽ അമ്മ പറഞ്ഞിരിക്കുകയാണ്. വീണ്ടും ആ സന്ദേശങ്ങൾ അവസാന ഭാഗത്തോട്ട് വരുമ്പോൾ പുരോഹിതന്മാർ അവരുടെ കടമകളിൽ ശ്രദ്ധയില്ലാത്തവരാകും. പലരും സമ്പത്തും പ്രൗഢിയുമായിരിക്കും അവരുടെ ആകർഷണങ്ങൾ. ഇതുമൂലം അനേകം വിശ്വാസികൾ നാശത്തിൽ നിബന്ധിക്കുമെന്ന് പരിശുദ്ധ അമ്മ മാതാവ് വളരെ സങ്കടത്തോടെ മദർ മരിയാനയോട് പറഞ്ഞു കൊടുക്കുകയാണ്. വീണ്ടും എന്താ നമുക്ക് കാണാൻ കഴിയുന്നത്? ഈ അവസ്ഥ വിശേഷം ശിക്ഷകൾക്ക് കാരണമാകും. പകർച്ചവ്യാധികൾ, ക്ഷാമം, ആഭ്യന്തര യുദ്ധങ്ങൾ, രാജ്യാന്തര യുദ്ധങ്ങൾ, വിശ്വാസത്യാഗം എന്നിവ സംഭവിക്കും. സാത്താൻ വിജയം വരിച്ചു എന്ന് അഹങ്കരിക്കുന്ന ആ സമയം ഞാൻ അവനെ അവൻ്റെ സിംഹാസനത്തിൽ നിന്ന് താഴെ വീഴിക്കും. എൻ്റെ സഹോദരങ്ങളെ, അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ് പരിശുദ്ധ അമ്മ മാതാവ് 16-ാം നൂറ്റാണ്ടിൽ ഇക്കഡോറിലായിരുന്ന മദർ മരിയാനയ്ക്ക് നൽകിയ പ്രവചന സന്ദേശങ്ങളുടെ ഉള്ളടക്കമാണ് നമ്മളിപ്പോൾ കണ്ടത്.